ഇതെൻ്റെ ആക്റ്റീവ് ആണെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുറേ നാളുകൊണ്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വണ്ടി ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കണമെന്നുള്ളത്. കാരണം എൻ്റെ വണ്ടി മൊത്തത്തിൽ മോശമായ ഒരവസ്ഥയിലാണ്. ഈ വണ്ടി കൊടുക്കാനും മനസ്സില്ല. കാരണം ഈ വണ്ടി വന്നതിന് ശേഷമാണ് നമുക്ക് 2-3 വണ്ടികൾ വന്നത്. അതുകൊണ്ട് ഇതൊരു ഐശ്വര്യമായി കാണുകയാണ്. ഇതിനെ ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ഈ ആക്റ്റീവ ഞങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ സെക്കൻഡ് ഹാൻഡായി വാങ്ങിയ ഒരു ആക്റ്റീവയാണ്. ലോഡ് അടിക്കാൻ കൂടി വാങ്ങിയതാണ്. അപ്പോൾ തന്നെ ഒരുപാട് സ്ക്രാച്ച് അന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഹസ്ബൻഡും ഒക്കെ ഉപയോഗിച്ച് ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലായിട്ടുണ്ട്. അപ്പം ഇതിനെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആക്റ്റീവയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബോഡി മൊത്തത്തിൽ അഴിച്ചു മാറ്റുക എന്നതാണ്. കണ്ടോ, പൊളിച്ച് എല്ലാം കൂടെ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഈ വണ്ടി. ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാ പാർട്സുകളും ഇളക്കിയിട്ടിരിക്കുന്നതാണ്. അത് എൻജിൻ ഭാഗമാണ്. കണ്ടോ, നല്ല പണിയുണ്ട്. ഇനി ഈ പാർട്സുകളെല്ലാം പെയിൻ്റ് അടിച്ചെടുക്കും. ബോഡി മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒന്നുകൂടെ റീപെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ എൻജിനും പിന്നെ ബാക്കി ബോഡിയും മാത്രം. ഇതാ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടോ, ഒരു സൈക്കിളിൻ്റെ ഹാൻഡിൽ പോലെ ആയിരിക്കുന്നത്. സത്യത്തിൽ ഒരു ആക്റ്റീവ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് കാണുന്നത് ഇപ്പോഴാണ്. ഇതിനുള്ളിൽ ആകെപ്പാടെ ഈ ഒരു ഫ്രെയിമും ഹാൻഡിലും എൻജിനും മാത്രമുണ്ട്. ഇതെല്ലാം ഇളക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി. ഇത് നേരെയൊക്കെ എടുക്കാൻ പറ്റുമോ, ശരിയാവുമോ എന്നൊക്കെയായിരുന്നു മനസ്സിനുള്ളിൽ. ആ ടെൻഷനും മനസ്സിൽ വെച്ച് എന്തായി എന്നറിയാൻ എന്നും ഞാൻ വർക്ക്ഷോപ്പിൽ പോയി നോക്കുമായിരുന്നു. നല്ലൊരു മെക്കാനിക്കായിരുന്നു ഈ ആക്റ്റീവ പണി ചെയ്തത് കേട്ടോ. ഞങ്ങളോടത്തായിരുന്നു എല്ലാം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം ഞങ്ങൾ ഒറിജിനൽ പാർട്സാണ് വാങ്ങിക്കൊടുത്തത്. അത്യാവശ്യം കുറച്ച് എൻജിൻ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് തന്നെയാണ് അവർ ചെയ്തു തന്നത്. എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഒരു ലിസ്റ്റ് എഴുതി തരികയാണ് ചെയ്തത്. സിലിണ്ടർ കിറ്റൊക്കെ ഞങ്ങൾ പുതിയതാണ് മേടിച്ചിട്ടത്. അതുപോലെ തന്നെ ഇവരുടെ പെയിൻറ്റിങ്ങും ഒരു രക്ഷയില്ല കേട്ടോ. ഇതെല്ലാം മെറ്റൽ പീസുകളാണ്. പഴയ പെയിൻ്റൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് പുതിയ പെയിൻ്റ് അടിച്ചത് കേട്ടോ. ആക്റ്റീവയുടെ മുൻവശത്തുള്ള ബോഡി കവറെല്ലാം ഞങ്ങൾ പുതുതായി മേടിച്ചതാണ്. മുൻപേ ഉണ്ടായിരുന്ന ബോഡി മൊത്തത്തിൽ ദ്രവിച്ചു പോയായിരുന്നു. കാരണം ഇത് ബീച്ച് സൈഡിൽ നിന്ന് വാങ്ങിയ ഒരു ആക്റ്റീവയായിരുന്നു. ബീച്ച് സൈഡിലെ വണ്ടികളെല്ലാം പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് സ്പെയർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചോദിച്ച സ്പെയറുകളൊന്നും ഷോറൂമിലില്ലായിരുന്നു. അതുകൊണ്ട് ഓർഡർ ചെയ്താണ് ഓരോ സ്പെയറും ഞങ്ങൾ വരുത്തിയത്. അങ്ങനെ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ ഏകദേശം 1 മാസം ഞങ്ങൾക്ക് വേണ്ടി വന്നു. അങ്ങനെ പെയിൻറ്റിങ് ആയാലും വർക്ക്ഷോപ്പിലെ പണിയായാലും വളരെ ഉത്തരവാദിത്വത്തോടെയാണ് അവർ ചെയ്തു തന്നത്. ആദ്യമേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധൃതി വയ്ക്കരുത്, അവർക്ക് കുറച്ച് സാവകാശം വേണം. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ സമയത്തിന് തന്നെ നല്ല രീതിയിൽ ചെയ്തു തന്നാൽ മതിയെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേൾ വൈറ്റ് ആയിരുന്നു ആക്റ്റീവയുടെ കളർ. അപ്പോൾ പെയിൻറ്റ് ചെയ്തതും പേൾ വൈറ്റ് ആണ്. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി നിന്നില്ല, പേൾ വൈറ്റ് തന്നെ മതി എന്നും ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയും പകലുമായി അവരുടെ സമയം അനുസരിച്ച് ആക്റ്റീവ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഫ്രെയിമൊക്കെ കണ്ടോ, എന്ത് നീറ്റായിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഒരു പഴയ പാർട്സ് പോലും പെയിൻറ്റ് ചെയ്യാത്തതായി ഞങ്ങൾ ഈ വണ്ടിയിൽ കണ്ടില്ല. ഓരോ പാർട്സ് ഫിറ്റ് ചെയ്യുമ്പോഴും ഞങ്ങളെ വിളിച്ച് പറയും, വണ്ടി വന്ന് നോക്കിക്കോളൂ എന്നൊക്കെ. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അതിശയമായി. ഇത് എന്തെന്ന് വെച്ചാൽ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന അതേ കണ്ടീഷനിലാണ് ഇവർ ഇതെല്ലാം പണി ചെയ്ത് തന്നത്. അവസാന ഘട്ടമായ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കലാണ് കേട്ടോ ഇത്. നമ്പർ പ്ലേറ്റും സ്റ്റിക്കറും എല്ലാം നമ്മൾ അതുപോലെ പുതിയ ആക്റ്റീവയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഞങ്ങൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുൻപ് ആക്റ്റീവ എന്ന് എഴുതിയിരുന്നത് സ്റ്റിക്കറിലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു എംബ്ലം വാങ്ങി വെച്ചു. അങ്ങനെ അവസാനത്തെ മിനുക്ക് പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ആക്റ്റീവയുടെ ഫ്രണ്ട് ബോഡി പാർട്സൊക്കെ ഞങ്ങൾക്ക് വൈറ്റ് അല്ലായിരുന്നു കിട്ടിയത്, ബ്ലാക്ക് ആയിരുന്നു. ആ ബ്ലാക്കിനെല്ലാം ചുരണ്ടി മാറ്റിയിട്ടാണ് വൈറ്റ് അടിച്ചത്. അത് അറിയാൻ കൂടി സാധിക്കുന്നില്ല. പുതിയ പീസ് പോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് ആക്റ്റീവയുടെ പുതിയ രൂപം. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ നല്ല നീറ്റാക്കി ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഇറക്കിയിരിക്കുകയാണ്. ആദ്യമേ എൻജിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പുതിയ വണ്ടി എങ്ങനെയാണ് അതേ ഫീൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും ഇത്രത്തോളം പണി ചെയ്ത് ഇറക്കിയ സ്ഥിതിക്ക് ഒന്ന് താക്കോല് പുതിച്ച് വാങ്ങാമെന്ന് കരുതി. പഴയ വണ്ടിയാണെങ്കിലും എനിക്കിത് പുതിയതാണ് കേട്ടോ.
ഒരിക്കൽ നാരങ്ങ വെച്ച് ഇറക്കിയ വണ്ടി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നാരങ്ങ വെച്ച് ഇറക്കണമെന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് താക്കോല് പൂജിച്ചു, ഒരു ഹാരവും മേടിച്ച് അങ്ങ് ഇട്ടായിരുന്നു. എന്തുകൊണ്ടും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിൽ നല്ലൊരു വണ്ടി ഇതുപോലെ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.